ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഇത് നമ്മൾ ബുക്ക് കൊണ്ടുവെക്കാൻ പോവാം കേട്ടോ അമ്പലത്തിൽ. ഈ ഇടവഴി കൂടെ വേണം പോകാൻ. ഇത് കുഞ്ഞുവിൻ്റെ ബെസ്റ്റിയെ ആൻബി ചേച്ചീൻ്റെ അമ്മേനെ കുറേ വെയിറ്റ് ചെയ്തു, ആളെത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇറങ്ങി. ഇത് വല്ലാത്തൊരു ന്യൂസ്റ്റോ അല്ലേ? ഈ നവമി ദിവസം ബുക്കൊക്കെ പൊതിഞ്ഞ് അമ്പലത്തിൽ കൊണ്ടുവച്ചാൽ നമുക്ക് പഠിക്കൊന്നും വേണ്ടല്ലോ, അത് ഓർത്തിട്ടൊരു സമാധാനം. പക്ഷെ അന്നായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കാനൊക്കെ തോന്നുക. അങ്ങനെ അവളുടെ അമ്മ എത്തി. ഇതൊക്കെ മരമൊക്കെ മൊത്തം മുറിച്ചിട്ടാണ്, നമ്മളെ ഒരു കനാൽ വഴിയാണ്. അമ്മ എത്തിയപ്പം പിന്നെ സ്കൂട്ടിയിൽ നമ്മൾ അമ്പലത്തിൽ പോയി. അമ്പലമൊക്കെ ആകെ അലങ്കരിച്ച് LED ഒക്കെ വെച്ച് ഒരു പ്രത്യേക വൈബ്. പ്രത്യേകിച്ച് വൈകുന്നേരമായപ്പം ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 6:30 ആകുമ്പോൾ അമ്പലത്തിലെത്തി. അവനത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. അവൻ്റെ അംഗനവാടിയിലുള്ള ഒരു ബുക്കാണ് എടുത്തത്. എന്താ കാര്യമൊന്നും അറിയില്ല. നവമി ബുക്ക് പൂജ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്നത്. ആൾ ഭയങ്കര ത്രില്ലടിച്ച് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ അമ്പലത്തിൽ കുറേ പിള്ളേരൊക്കെ വരുന്നുണ്ട്, വെച്ചിട്ട് കുറേ പേര് പോയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ അവൻ ശീലിക്കട്ടെ അല്ലേ, ഇനിയുള്ള കാലങ്ങളിൽ അവന് വെക്കാനുള്ളതല്ലേ. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് മോൻ്റെ ബുക്ക് പൂജ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു അമ്പലത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അന്നേരമാണ് മസാല ദോശ കഴിച്ചാലോ എന്ന് തോന്നിയത്. ഇനിയിപ്പോൾ വ്രതമാണല്ലോ, നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നല്ല അടിപൊളി മസാല ദോശയും കഴിച്ച് അവിടെ കണ്ടൊരു മിഠായി കേട്ടോ, ഐഫോണിൻ്റെ ഉള്ളിലുള്ള എന്തോ മിഠായി, അതിൽ കുറേ ജീരക മിഠായ. ഇതാണ് മസാല ദോശ, നല്ല സൂപ്പറായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അങ്ങനെ എല്ലാ കുട്ടികൾക്കും എൻ്റെ നവരാത്രി ആശംസകൾ.